ഹായ് എല്ലാവർക്കും എൻ്റെ പുതിയ വീഡിയോയിലേക്ക് സ്വാഗതം. ഇതെൻ്റെ കുഞ്ഞു പയറുകൃഷിയാണ്. 10-15 മൂട് മാത്രമേ ഉള്ളൂ. അപ്പോൾ ഇത് നട്ട് കഴിഞ്ഞിട്ട് എനിക്ക് പറ്റിയൊരു അബദ്ധം, അതേപോലെ ഇതിനകത്ത് വരുന്ന മുഞ്ഞ ഉറുമ്പ് നമുക്ക് എങ്ങനെ മൊത്തത്തിൽ കളയാമെന്നുള്ളതിനെ പറ്റിയൊരു വീഡിയോ ആണിത്. അപ്പോൾ ഞാൻ ഒരു പെസ്റ്റിസൈഡ് യൂസ് ചെയ്തായിരുന്നു. അപ്പോൾ അത് ചെയ്തതിന് ശേഷം നല്ല മാറ്റമുണ്ട്. അപ്പോൾ നിങ്ങൾക്ക് കൂടെ പറഞ്ഞു തരാമെന്ന് വെച്ചാണ് ഈ വീഡിയോ ചെയ്യുന്നത്. അതേപോലെ എനിക്ക് പറ്റിയൊരു അബദ്ധം. അപ്പോൾ ഈ കാണുന്ന ഇലകളിൽ മൊത്തം മുഞ്ഞ ഉറുമ്പുമായിരുന്നു. ഞാനത് യൂസ് ചെയ്തതിന് ശേഷം നല്ല മാറ്റമുണ്ട്. അപ്പോൾ ഇതാണ് ആ പ്രോഡക്റ്റ്. മാജിക് എന്നാണ് പേര്. 80 രൂപ മാത്രമേ ഉള്ളൂ ഈ ഒരു ചെറിയ ബോട്ടിലിന്. മിക്ക വടക്കടകളിലും മേടിക്കാൻ കിട്ടും. ഇപ്പോൾ ഉപയോഗിച്ചതിന് ശേഷം നല്ല മാറ്റമുണ്ട്. ഈ തണ്ടുകളിലൊക്കെ തന്നെ നല്ല രീതിയിൽ ഉറുമ്പുകളും മുഞ്ഞകളും ആയിരുന്നു, അതെല്ലാം പോയി. അപ്പോൾ ഇത് ഉപയോഗിക്കേണ്ടതെന്ന് പറഞ്ഞാൽ 1 ലിറ്റർ വെള്ളത്തിൽ 2 ml കലക്കി സ്പ്രേ ചെയ്യുകയാണ് ഞാൻ ചെയ്തത്. അപ്പം അളവ് കൂടിപ്പോകാതിരിക്കാൻ നോക്കുക. കുറഞ്ഞാലും കുഴപ്പമില്ല, കൂടിപ്പോയി കഴിഞ്ഞാൽ ചെടി നശിച്ചു പോകും. അപ്പോൾ കൂടിപ്പോകാതെ ഇരിക്കാൻ നോക്കിയാൽ മതി. പിന്നെ എനിക്ക് പറ്റിയ അബദ്ധം എന്ന് പറഞ്ഞാൽ ഞാനൊരു വീഡിയോ കണ്ടിട്ട് കരിയില കത്തിച്ച് ചാരം വിതറിയതാണ്. ആ കാണുന്നതാണ് ഇത്. ഈ ഇലകളെല്ലാം കരിഞ്ഞു പോയി, വെള്ളപ്പുള്ളികൾ പോലെ വന്നു. ഇടണോ വേണ്ടാന്ന് ഡൗട്ടായിരുന്നു. ഇട്ട് കഴിഞ്ഞാൽ പുള്ളി പോകുന്നത് എന്തായാലും എനിക്ക് ഉറപ്പുണ്ടായിരുന്നു. പക്ഷേ ആ വീഡിയോ കണ്ട് ഇതിലും ഇട്ടതാണ്. രാവിലെ ഇട്ടിട്ട് രാവിലെ നല്ല രീതിയിൽ വെള്ളമൊഴിച്ച്, വൈകിട്ട് നല്ല രീതിയിൽ വെള്ളമൊഴിച്ച്, എന്നാൽ തൊട്ടടുത്ത ദിവസം നോക്കിയപ്പോഴത്തേക്ക് ഇലയെല്ലാം പുള്ളി ഇതേപോലെ വെള്ളപ്പാടുമായിട്ടിരിക്കുന്നു. പിന്നെ എന്തോ ചെയ്യാനാ, ഇല വെട്ടിക്കളയാനും നിന്നില്ല. നല്ല രീതിയിൽ വെള്ളം ഒഴിച്ച് കൊടുത്ത്, ഇലയ്ക്ക് അപ്പോൾ ഒരു വാട്ടം ഉണ്ടായിരുന്നു. എന്നാൽ വെള്ളം ഒഴിച്ച് കഴിയുമ്പോഴത്തേക്ക് പിന്നെ അതെല്ലാം നൂന്ന് വന്നു. ഇങ്ങനെയുള്ള ഇലകൾ കണ്ട ഉടനെ വെട്ടിക്കളയുക. ഇത് കീടാക്രമണം വന്നതാണ്. അപ്പോൾ ഇത് നിർത്തരുത്, ഇത് ഇങ്ങനെ കണ്ടിച്ച് കളയുക. പിന്നെ ചാരത്തിൻ്റെ കാര്യം, ചാരം ഞാൻ ഇട്ടത് ഇച്ചിരി കൂടിപ്പോയോ എന്നൊരു സംശയം. ഇനി കൂടിപ്പോയിട്ടാണോ അതങ്ങനെ ആയത് എന്ന് എനിക്കറിയത്തില്ല. അപ്പോൾ ഇടുന്നവർ ശ്രദ്ധിക്കുക. അപ്പോൾ ശരി എന്നാൽ ബൈ.